കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ബാലയ്യനെയും അങ്ങേരുടെ സിനിമകളെ നിരോധിച്ചാൽ ഇന്ത്യൻ സിനിമ രക്ഷപ്പെടുമെന്നും പറഞ്ഞ് നടന്നിരുന്നവർ ഇന്ന് ഒരു ബാലയ്യ പടത്തെ സപ്പോർട്ട് ചെയ്യുന്നു. മറുവശത്ത് മുമ്പൊക്കെ ബാലയ്യനെ ട്രോളുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് ബാലയ്യനെ ട്രോൾ എന്നും പറഞ്ഞ റീലോഡൻ തന്നെ എയർ കയറ്റുന്നു. ഇതിനിടയ്ക്ക് പുഷ്പാറ്റും കോട്ടും ഒക്കെ ഫ്ലോപ്പ് ആക്കിയിട്ട് ദാക്കു മഹാരാജ് ഹിറ്റാക്കി കൊടുത്തല്ലോ എന്നും പറഞ്ഞ് പുലമ്പുന്ന മറ്റൊരു കൂട്ടം ആളുകളും. എനിക്ക് മനസ്സിലാവുന്നു. എല്ലാറ്റിനും കാരണക്കാരൻ ദാക്കു മഹാരാജ് എന്ന സിനിമയോ ബാലയ്യയോ അതോ ഇനി മറ്റാരെങ്കിലുമാണോ? അഥവാ ആണെങ്കിൽ തന്നെ ആരായിരിക്കുമെന്നൊക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം. ബാലയ്യയുടെ പടമല്ല, എങ്ങനെയാണെങ്കിലും കുറെ ആവശ്യമില്ലാത്ത പാട്ടുകളും ഫൈറ്റുകളും പിന്നെ കുറെ അനാവശ്യ ഡയലോഗുകളും ഒരു തട്ടിക്കൂട്ട് കഥയും പ്രതീക്ഷിച്ച് തിയേറ്ററിൽ കയറിയവർക്ക് തീർത്തും മറ്റൊരു അനുഭവമായിരിക്കും ദാക്കു മഹാരാജയിലൂടെ ലഭിച്ചിട്ടുണ്ടാവുക. മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള കഥയൊന്നും അല്ലെങ്കിലും മേക്കിംഗ് കൊണ്ടും വിഷ്വൽസ് കൊണ്ടും BGM കൊണ്ടും ഈ സിനിമയും മറ്റ് ബാലയ്യ ചിത്രങ്ങളും തമ്മിൽ നന്നായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ജവാൻ സിനിമ എങ്ങനെയാ നമ്മുടെ കാഴ്ചപ്പാട് ഇതൊരു സാധാരണ അറ്റ്ലിപ്പടങ്ങളുടെ മാഷപ്പായിട്ടേ തോന്നും. അതേസമയം നോർത്തിലെ ഓഡിയൻസിന് ജവാൻ ഒരു പുതിയ അനുഭവമായി തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പടത്തിൽ പോരാ എന്ന് തോന്നിയ പല കാര്യങ്ങളും അവർക്ക് വേറെ ലെവലായിട്ട് തോന്നിക്കാണും. കൊല്ലങ്ങളായിട്ട് ടോളിവുഡിലെ ടോപ്പ് ഹീറോസിൽ ഒരാളാണെങ്കിലും ഒട്ടുമിക്ക ബാലയ്യ പടങ്ങൾക്കും ഒരൊറ്റ ഫോർമുലയാണ് ഉള്ളത്: അടി, ഇടി, പഞ്ച്, പറക്കൽ, കൂടെ യാതൊരു ലോജിക്കുമില്ലാത്ത കുറെ സീനുകളും. ഇങ്ങനത്തെ സീനുകളൊക്കെ ഈ പടത്തിലും ഉണ്ടെങ്കിലും അതൊക്കെ വളരെ മിനിമലൈസ് ചെയ്ത് ബാലയ്യയുടെ സ്ക്രീൻ പ്രസൻസിനാണ് ഡയറക്ടർ മെയിൻ ആയിട്ട് എലിവേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സിനിമയിലെ ഇന്നർ വേൾഡിനകത്തും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചില ലോജിക്കുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവർക്കും ആ പടത്തോട് വിയോജിപ്പ് അനുഭവപ്പെട്ടേക്കാം. ആ ഒരു ലിമിറ്റോടെ നിർത്താൻ ദാക്കു മഹാരാജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാൻ. അല്ലാതെ ചിലരെ പോലെ പാൻ ഇന്ത്യൻ പടം എന്നും പറഞ്ഞ് ഫുൾ ടൈം ഏറി പറന്ന് കളിച്ച് നടക്കുകയും റൊമാൻസ് ആണെന്നും പറഞ്ഞ് കാമത്തവളായി മാറുകയും ചെയ്താൽ മാത്രം പോരാ. ഇതൊക്കെ ഇങ്ങേര് തന്നെ 10-15 കൊല്ലം മുമ്പേ ചെയ്ത പരിപാടികളാണ്. ഇനി വിജയുടെ ഗോട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ പരാജയപ്പെട്ടതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാധാരണ ഒരു വിജയ് സിനിമയിൽ നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിക്കാറുണ്ടോ അതിന്റെ ഒരു 10% പോലും ഈ ഗോട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല. പടം ഫുൾ ഒരു നിർവികാരതയായിരുന്നു. അതേസമയം വിജയുടെ യാതൊരു ക്ലീശ മാനറിസങ്ങളും ഇല്ലാത്തൊരു പടമായിരുന്നു ബീസ്റ്റ്. പക്ഷേ സ്ക്രീൻ പ്ലേ മോശമായിരുന്നത് കൊണ്ട് അതും കുറെ കൂറ് മാസ് മസാല സിനിമകൾ ഫ്ലോപ്പ് ആക്കി കൊടുത്തത് കൊണ്ടോ ഞങ്ങളെല്ലാവരും വേൾഡ് ക്ലാസ് ഓഡിയൻസ് ആണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തത് കൊണ്ടോ നമ്മളാരും സത്യത്തിൽ അങ്ങനെയായി മാറുന്നില്ല. കാരണം ഒരു വശത്ത് നമ്മൾ ഫ്ലോപ്പ് ആക്കി വിടാറുള്ള അത്രത്തോളം മസാല സിനിമകൾ തന്നെ കേരളത്തിൽ ഹിറ്റായി പോകുന്നുമുണ്ട്. നമ്മളാരും വേൾഡ് ക്ലാസ് ഓഡിയൻസ് അല്ല, പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളിലെ ഓഡിയൻസിനേക്കാൾ വലിയ ഓഡിയൻസിനെ മെച്ചൂർഡാക്കി മാറ്റിയതിൽ വലിയൊരു പങ്കും ഹോളിവുഡിലെ ആക്ടർമാർക്കും ഡയറക്ടർമാർക്കും ഉണ്ട്. ഉദാഹരണത്തിന് പോലീസുകാരുടെ ഇടിമേടിക്കുന്ന രംഗമുള്ളതുകൊണ്ട് ദൃശ്യം സിനിമ ഒഴിവാക്കാൻ രജനിയെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ അങ്ങേരോടുള്ള ഓഡിയൻസിന്റെ സമീപനം കാരണമായിരിക്കാം. രജനി സാർ ഇത് കണ്ടു കഴിഞ്ഞ് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ കുഴപ്പം അതിനകത്തൊരു തല്ലുന്ന സീക്വൻസ് ഉണ്ടല്ലോ ലാലേട്ടനായിട്ട്, ആ ഹീറോയിനെ തല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വെച്ചിട്ട് ഇവിടുത്തെ പ്രേക്ഷകർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് എങ്ങനെ എടുക്കുന്നൊരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സംശയം എന്തെങ്കിലും പുള്ളിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അതേസമയം കഥാപാത്രത്തിനു വേണ്ടി മലയാളത്തിൽ ആര് തല്ലുകൊണ്ടെന്നും കരുതി ഇവിടെ തിയേറ്ററിന്റെ സ്ക്രീനൊന്നും കീറുമെന്ന് തോന്നുന്നില്ല. ഫാൻസ് ഒഴികെ മറ്റെല്ലാവരും തന്നെ ഒരേപോലെ വെറുത്തിരുന്ന ബാലയ്യ സിനിമകൾക്ക് ഈയിടെ ന്യൂട്രൽ ഓഡിയൻസിന്റെ ഇടയിൽ പോലും വരവേൽപ്പ് ലഭിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബാലയ്യ 2.0 പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങേരുടെ സ്വന്തം മകളാണെന്നും കോവിഡിന് ശേഷം വന്ന ബാലയ്യ പടങ്ങളിലെല്ലാം സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് അവരാണെന്നും ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്നാലും അങ്ങേര് കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. മറ്റു ബാലയ്യ പടങ്ങളിൽ നിന്നും ഈ പടത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ കഥയോ കഥാപാത്രങ്ങളോ ഒന്നുമല്ല. കഥയൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ള രക്ഷാംഗത തന്നെ. പക്ഷെ ഇതിലെ ഡിഫറെന്റ് അറ്റംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സാധാരണ ബാലയ്യ പടങ്ങളിലൊക്കെ അധികപക്ഷ എമോഷണൽ രംഗം ഏതായിരിക്കുമെന്ന് വെച്ചാൽ അച്ഛൻ ബാലയ്യ മാസമായിട്ട് മരിക്കുന്നതായിരിക്കും. അതാണെങ്കിൽ കാണുന്ന ഓഡിയൻസിന് ഒരു വിധത്തിലും കണക്ട് ആവാനും വഴിയില്ല. പക്ഷെ ഈ പടത്തിൽ ഈ കൊച്ചുകുട്ടി വെച്ചെടുത്തിരിക്കുന്ന മിക്ക എമോഷണൽ രംഗങ്ങളും പലർക്കും നല്ലപോലെ കണക്ട് ആയിട്ടുണ്ടായിരിക്കണം. ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നുമല്ല. ഇങ്ങേരെ കണ്ടാൽ പേടിച്ചു മൂത്രം പോകുന്ന ഇങ്ങേരെ പഴയ പടങ്ങളിലെ വില്ലന്മാരെ പോലെ അല്ലാതെ ഇങ്ങേരോടൊപ്പം കട്ടക്കായിട്ട് നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് ഈ പടത്തിലുള്ളത്. കത്തി കൊണ്ടാൽ മുറിവേൽക്കുന്ന, വെടികൊണ്ടാൽ ആശുപത്രിയിൽ പോകുന്ന അത്യാവശ്യം സാധാരണക്കാരനായ ഈ ബാലയ്യ നായികയ്ക്കെതിരെ തന്റെ സ്ഥിരം സംസാര ശൈലിയൊന്നും യൂസ് ചെയ്യാത്തതും വലിയൊരു അത്ഭുതം തന്നെയാണ്. പൊറോട്ടയ്ക്ക് ബീഫ് കറി എങ്ങനെയാണോ അതേപോലെയാണ് തെലുങ്ക് സിനിമയ്ക്ക് തമന്റെ മ്യൂസിക്. ഇങ്ങേരെ കാണിക്കുന്ന മിക്ക സീനുകളിലും തമന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ
തമന്റെ മ്യൂസിക്കിൽ ലാലേട്ടന്റെ ഒരു പക്ക കൊമേഴ്ഷ്യൽ മാസ് പടം വന്നാൽ കിടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇനി ദാക്കു മഹാരാജ ഹിറ്റാക്കിയെന്നും കരുതി ഇവിടുത്തെ ഓഡിയൻസ് ആരും തന്നെ നിലവാരമില്ലാത്തവരായി മാറാൻ പോകുന്നില്ല. ഇങ്ങേറെ തന്നെ അടുത്തു വരാൻ പോകുന്നത് പോലെ തൊട്ടിപ്പടമാണെങ്കിൽ അത് എന്തായാലും പൊളി, നല്ലതാണെങ്കിൽ ഹിറ്റ് ആവുകയും ചെയ്യും. ഇതൊരു ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ആസ്വാദന നിലവാരം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആരുടെയും ഫാനായി ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ആണെങ്കിൽ തന്നെ ഈ ഒരു തെറ്റ് ഉടനെ തന്നെ തിരുത്താൻ ശ്രമിക്കുക, എന്നെ പോലെ. ഞാൻ പറഞ്ഞ പോലെ അല്ലേ, വേണമെങ്കിൽ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് നല്ല വിശ്വാസമുണ്ട് സാർ, എന്തെങ്കിലും സാർ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നു. വരട്ടെ, ബൈ സാർ. ഓക്കെ ബൈ. ക്ഷമിക്കണേ.